ഹലോ, ഞങ്ങളിന്ന് മൂന്നാളും കൂടി ഇറങ്ങിയ പക്ഷെ ഇന്ന് ഞങ്ങൾ മൂന്നാളും കൂടെ പാലക്കാട്ടേക്ക് വന്നൊക്കെയാണ്. പടവാളിക്ക് മുമ്പ് ഒരു പ്രൊമോഷൻ, ഒരു സോങ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഹെൻസനാണ് പാട്ട് എൻ്റെ വീഡിയോ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ഇവിടെ പാലക്കാട് ജയേഷിൻ്റെ നാടായ നെന്മാറ ജയേഷേ? നെന്മാറ ഭാഗത്തേക്ക് വന്നൊക്കെയാണ്. ഇപ്പോൾ പാലക്കാടാണ്. ഞങ്ങളിങ്ങനെ ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുമോ നോക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് സ്ഥലങ്ങൾ കാണാൻ പോവും. ആപ്റ്റായിട്ടുള്ള സ്ഥലം കിട്ടിയാൽ തീരുമാനിച്ച് ഷൂട്ടിന് വേറെ ദിവസം വരും. അപ്പം ബാക്കി കാഴ്ചകൾ കാണിക്കാം. എൻ്റെ ചോറ് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളിന്ന് ഫുഡ് കഴിച്ചത്. ഇവിടെ നിന്നാണ്. കരിമ്പന, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഷൂട്ടിന് വരുമ്പോൾ ഇവർ വേണമെങ്കിൽ ഫുഡ് ഇവിടെ ലൊക്കേഷനിലേക്ക് എത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ തേടി ജയേഷിൻ്റെ വാക്കും കേട്ട് എവിടേക്കോ പോകും. ഇതാണ് നെന്മാറ ബസ് സ്റ്റാൻഡ്. അപ്പം നെന്മാറ വേലയ്ക്ക് വരുന്നവരൊക്കെ ബസ്സിൽ വരുമ്പോൾ ഇവിടെ ഇറങ്ങിയാൽ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. തിരക്കുള്ള ഒരു ഗ്രാമമാണ് നെന്മാറ എന്ന് മനസ്സിലായി. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ ഇപ്പോഴത്തെ ഗ്രാമതാ ഹൻസാ. അതുമാത്രമല്ല, നെന്മാറയിൽ ഇങ്ങനെയും കാഴ്ചകളുണ്ട്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, പടവാളി എന്താണ്, എന്തിനെക്കുറിച്ചുള്ള കഥയാന്നൊക്കെ. അത് നമ്മൾ ഓഗസ്റ്റിൽ റിവീൽ ചെയ്യും. പടവാളി ആരുടെ കഥയാണ്, അല്ലെങ്കിൽ എന്താണ് പടവാളിയുടെ ഉള്ളടക്കം, ഇതെന്തിൻ്റെ ഷൂട്ടാണ്, അതൊക്കെ ഈ വീഡിയോ റിലീസ് ആവണതിൻ്റെ ഒപ്പം, അതായത് നമ്മളിപ്പം ഒരു ആൽബമാണിത്, പടവാളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മ്യൂസിക് ആൽബമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. അപ്പം അത് റിലീസ് ആവണം അന്ന് പടവാളിയുടെ ബാക്കി കഥയും ഒക്കെ റിവീലാവും. പോയി നെന്മാറയുടെ ഉൾവഴികളിലെത്തി. അതിമനോഹരമായ നാട്ടിൻപുറങ്ങളിലൂടെ നല്ലൊരു യാത്ര. കഷ്ടി ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. മറ്റൊരു സ്ഥലത്തിലേക്കാണ് യാത്ര. വഴി അവസാനിച്ച ഒരിടത്ത് വണ്ടി നിർത്തി സ്ഥലങ്ങൾ കാണാൻ ഞാനും ഹെൻസനും ജയേഷും നടക്കുകയാണ്. നമ്മളെ ഉദ്ദേശിക്കുന്ന പോലത്തെ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയാ, പക്ഷെ പാറ പൊളിയാ. യാത്ര ചെന്ന് നിൽക്കുന്നത് ഉഗ്രനൊരു കാട്ടരുവിയുടെ അടുത്താണ്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അടിപൊളി സ്ഥലം. ഒരു പ്രധാന ലൊക്കേഷൻ ഇത് തന്നെയാണ്. ഇത് കാണിച്ചെന്നത് ജയേഷാണ്. ജയേഷിനെ ജോസേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർക്കാരറിയൂ. നല്ലതാ. ഇത് നമ്മളുടെ എല്ലാമായ തോർ. ഇത് ചെല്ലൻ ചേട്ടൻ്റെ കട. റീലിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. പടവാളിയുടെ മറ്റൊരു ദിവസത്തെ പ്രാക്ടീസ്. ഇതൊരു പുതിയ ഗ്രൂപ്പാണ്. പടവാളിയിൽ ഇനിയും ഒരുപാട് സംഘങ്ങൾ വരാനുണ്ട്. ഓരോ ഘട്ടത്തിലെ ഓരോരുത്തരായി പ്രാക്ടീസിൽ ജോയിൻ ചെയ്യും. കവിതാജിയോടും ശിവരഞ്ജനി ബാലാജി കലാഭവൻ ഡാൻസ് സ്കൂളിനോടുള്ള സ്നേഹമാണ് ഇവരെയൊക്കെ ഇവിടെ എത്തിക്കുന്നതും ഇങ്ങനെയുള്ള പരിപാടികളുടെ ഭാഗമാവാൻ പ്രേരിപ്പിക്കുന്നതും. അല്ല, അപ്പ ചെയ്യുമ്പോ അറിയില്ല. അപ്പ ലൂസാവുക ചെയ്യാ. നല്ല രസമുണ്ടല്ലേ? കാണാൻ രസമുണ്ട്. ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത ഒരു ഫോർമാറ്റിലാണ് പടവാളി ഒരുങ്ങുന്നത്. ചെയ്തു നോക്കിയും തിരുത്തിയും എല്ലാവരുടെ ആശയങ്ങളും സമാഹരിച്ചൊക്കെയാണ് പടവാളിയുടെ പ്രാക്ടീസ് മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായി അരങ്ങിലേക്ക് കയറുന്നവരൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. ഇന്നത്തെ ചായകുടി പടവാളി ഇസ് ഈക്വൽ ടു ചായകുടി. ഷൂട്ടിന് വേണ്ട ചില ആഭരണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി
തൃശ്ശൂർക്ക് വന്നേക്കാണ്. പ്രാക്ടീസിൻ്റെ മറ്റൊരു ദിവസം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരും ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20 മിനിറ്റ് പൂർത്തിയായി ഒരുമിച്ച് ഒരു ദിവസം. പടവാളിൽ ഉപയോഗിക്കുന്ന പാട്ട് തന്നെ നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആൽബം പാലക്കാട് ഷൂട്ട് പാടം എല്ലാം സെറ്റായി താമസമൊക്കെ ആയിട്ട് അവിടെ നമ്മൾ ആദ്യം ഒരാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇരുന്നിട്ട് എന്താ ചെയ്യണത്, അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ സുരക്ഷിതത്വ ബോധം അവിടെ തീരും. പിന്നെ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് എല്ലാവരും റിഹേഴ്സലിന് ഒരുങ്ങുകയാണ്. ആ മട്ടിലെടുക്കാം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കവിതാജി എല്ലാവരും ഒരുമിച്ച് വിടാണ്ടി പല സ്ഥലത്തായിക്കോട്ടെ. ഇവര് മുകളിൽ കയറിയിട്ട് രാജാവിനെ നോക്കണതാണ്. ആർദ്ര നടന്ന് കവിത നോക്കട്ടാ. അല്ല എല്ലാവരുടെ ഉണ്ടാവും കവിതാജി. ഒരാൾക്ക് എന്തെങ്കിലും ബിലോങ്ങിങ്സ് കാണില്ലേ? ഗ്രാമനല്ല നാട്ടുകാരാ. ആപിയാറു ആ രാജാവ് നിൽക്ക അനക്ക നിൽക്കുന്നു. അയാള് കാരണം നാട് വിട്ട് പോവേണ്ടി വരുന്ന ബെറ്റർ ബെറ്റർ അല്ല കവിതാജി. യുദ്ധത്തിന്റെ നിഴലുണ്ടായിരുന്നു. വേറൊരു മുഖം, വേറൊരു മാണം. സത്യത്തിൽ ഈ പ്രാക്ടീസ് സെഷന്റെ വീഡിയോ ഒക്കെ കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോൾ എന്ത് രസമായിരിക്കും. എങ്ങനെ അതിപ്പോ നല്ലൊരു ആശയമാണല്ലോ. നീ കുറച്ച് ഇങ്ങനത്തോട് ചെരിഞ്ഞാ മതി, ഫേസ് ഇങ്ങനെ കിട്ടിയാ മതി. ആ സെറ്റ്. അഞ്ജനെ കൊണ്ട് ഞാൻ തോറ്റു. ആ പടവാളിയുടെ ഇത്തരം ഫൈറ്റ് സീൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് നിവേദിയുടെ കൂടെ ഹെൽപ്പിലാണ്. അവരുടെ സ്കില്ല് പലപ്പോഴും നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇത് കവിതാജിയും അഞ്ജനയും കൂടെ വെറുതെ ഒരു ഇംപ്രവൈസേഷൻ സെഷനായിരുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.